കണ്ണൂർ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മെയിൻ ഐറ്റം നമ്മളെ കല്ലുമ്മക്കായ ആണെങ്കിലും ഇവിടുന്ന് ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനെ കുറിച്ച് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ സാധാരണ അരി അരച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മാവ് റെഡിയാക്കാറ്. ഒറോട്ടിപ്പൊടിയും പുട്ടുപൊടിയും കൊണ്ട് ഇതിൻ്റെ ഒരു മാവ് സെറ്റാക്കി എടുക്കാമെന്ന് എനിക്കൊരു പുതിയ അറിവായിരുന്നേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും കല്ലുമ്മക്കായ കാണുമ്പോൾ ഇത് മാവൊക്കെ അരച്ചെടുക്കേണ്ട ആലോചിക്കുമ്പോൾ ഞാൻ ബൈ ബൈ പറഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് നല്ലതായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് ഒറോട്ടിപ്പൊടിയും ഒരു അരക്കപ്പ് പുട്ടുപൊടിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ മിക്സിയിലൊന്ന് ചതുക്കിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ ആ ഒരു ലൂസൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് കല്ലുമ്മക്കായിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു മസാല സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ഗരം മസാല. കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ചാലിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായി മുക്കിയിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹാർഡായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല പാൽച്ചായൻ്റെ കൂടെ ഒന്ന് കഴിച്ചെടുക്കാം. അപ്പോൾ എന്നെപ്പോലെ മാവൊക്കെ അരച്ച് കല്ലുമ്മക്കായി ഫില്ല് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് മടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് വേ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.